അതായത് ചില ഷോപ്പിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി നമുക്ക് വിലയിരുത്താൻ പറ്റുക അവിടുത്തെ ട്രോളിയുടെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും. ചില ഷോപ്പിൽ ചെറിയ ട്രോളി ആയിരിക്കും, ചില ഷോപ്പിൽ ബാസ്ക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഷോപ്പ് കണ്ടാൽ അറിയാം അവിടുത്തെ പർച്ചേസിങ് വാല്യൂ കൂടുതലാണ്. അതായത് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്, ബാസ്ക്കറ്റ് വാല്യൂ എന്ന് പറയും. ഞാനിപ്പോൾ ഉള്ളത് മലീഹ റോട്ടിലാണ്, ഷാർജയിലെ മലീഹ റോട്ടിലാണ്. ഇവിടെ കൂടുതലും അറബിക് കസ്റ്റമറാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് വരാറ്. അൽ സഹീഹ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ പുറത്തൊക്കെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നുണ്ടല്ലേ, കുറേ പാത്രങ്ങൾ, ചട്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ക്യാമ്പിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഹൈപ്പർ മാർക്കറ്റ് കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ വെക്കാറില്ല. സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊന്നും ഇങ്ങനെയല്ല ഡിസ്പ്ലേ ചെയ്യാറ്. പുറത്ത് ഡിസ്പ്ലേ കുറവായിരിക്കും. ഇത് കണ്ടാലാണ് പല അറബികളും കയറുള്ളൂ. ഇത് കൂടുതൽ അറബിക്കിനുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ സാധനങ്ങൾ കണ്ടാലാണ് അറബികൾ ഇവിടത്തേക്ക് കയറുക. ഇവിടെയുള്ള ഒട്ടുമിക്ക മാർക്കറ്റുകളിലും ഇവൻ ഇപ്പോൾ ആ കാണുന്ന സോഫയുടെ ഷോറൂമിലായാലും പുറത്താണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ആ ഏരിയയിലെ ആളുകൾക്ക് എന്താണോ ആവശ്യം, അവരെ അട്രാക്ട് ചെയ്യാൻ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുക. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പ്രീമിയം ബ്രാൻഡ് ആയിരിക്കും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. നേരെ മറിച്ച് കസ്റ്റമറിന് എന്താണോ ആവശ്യം അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമ്മളെ തേടി ആളുകളിലെത്തും. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ ക്ലാസ്സുകൾ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സ്ട്രീറ്റ് ലൈഫ്.